hope you all are doing good. ഇന്നത്തെ നമ്മുടെ ഓസ്ട്രിയ മലയാളിയുടെ കാപ്പി വിത്ത് KP സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ കാപ്പി വിത്ത് KPയുടെ ഈ ഒരു ഫസ്റ്റ് സെഗ്മെന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ടോപ്പിക് എങ്ങനെ നമ്മൾ ഓസ്ട്രിയ എത്തി, ഇവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ബെനിഫിറ്റ്സ്, സാലറി, പിന്നെ ഒരു ജോബിന് അപ്ലൈ ചെയ്യണമെങ്കിൽ IELTSന്റെ ഇമ്പോർട്ടൻസ്, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. സോ അതെല്ലാം നിങ്ങൾക്ക് ഞങ്ങൾ ഒരു ക്രിസ്പ് ആയിട്ട് ഷെയർ ചെയ്യാം. ഞാൻ മാത്രമല്ല ഈ വീഡിയോയിലുള്ളത്, ഒരാളെ കൂടി ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അത് വേറെ ആരുമല്ല ഗൈസ്, നമ്മുടെ സ്വന്തം ദീപു. ഈ ഒരു സെഗ്മെന്റിന്റെ പേര് തന്നെ കാപ്പി വിത്ത് KP എന്നായതുകൊണ്ട് കാപ്പി ഇല്ലാതെ ഒരു പരിപാടി ഇല്ല കേട്ടോ. സോ ഞാനിപ്പോ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ഒരിക്കലും ബോറടിക്കത്തില്ല ഈ ഒരു വീഡിയോ ദീപു ഉള്ളത് കൊണ്ട്. കാരണം നമ്മൾ എന്ത് ചോദ്യം ചോദിക്കുന്നു അതിന് അപ് ടു ദ പോയിന്റ് ആയിരിക്കും ആൻസർ. സോ നിങ്ങൾക്ക് വേണ്ട ആൻസേഴ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. സോ നമുക്ക് ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് വരാം. ഇന്ന് ഞാനിപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് വന്ന പ്രൈവറ്റ് മെസ്സേജസിൽ നിന്നും പിന്നെ യൂട്യൂബ് കമന്റ് സെക്ഷനിൽ നിന്നൊക്കെ വന്നതൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓസ്ട്രിയ എന്നുള്ള സ്ഥലം ഒരു വർഷമായിട്ട് ഭയങ്കര എക്സ്പോഷർ കിട്ടുന്ന ഒരു സ്ഥലമാണ്. കാരണം ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പം അവർക്കൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണും, എങ്ങനെയാണ് ഇവിടേക്ക് വരാൻ പറ്റുന്നത്, അതായത് ജോലി കിട്ടിയിട്ട് വരാനുള്ള ഓപ്ഷൻ എന്തൊക്കെയാണെന്നുള്ളത്. സോ ദീപും ജോലി കിട്ടി ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് ദീപു പറയുവാണെങ്കിൽ ഇറ്റ് വുഡ് ബി വെരി ഹെൽപ്ഫുൾ ഫോർ ദം. സോ എങ്ങനെയാണ് ദീപു ഓസ്ട്രിയയിൽ വന്നത്? സോ ഞാൻ ഇന്ത്യയിൽ ഒരു സെമി കണ്ടക്ടർ ഫേമിൽ വർക്ക് ചെയ്യുമായിരുന്നു ആസ് എ ഡിസൈൻ വെരിഫിക്കേഷൻ എഞ്ചിനീയർ. സോ ആ ടൈമിൽ എനിക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു HR കോൺടാക്ട് ചെയ്തു ഫ്രം ഓസ്ട്രിയ, സെയിങ് ദാറ്റ് അവർക്ക് ഒരു ഇന്റർവ്യൂ പ്രോസസ്സ് നടക്കുന്നുണ്ട്, അവർക്ക് റിക്വയർമെന്റ് ഉണ്ട്. സോ ഇഫ് ഇൻട്രസ്റ്റഡ് അവരുടെ ഇന്റർവ്യൂ പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സോ അങ്ങനെയാണ് ഞാൻ ഇവരുടെ ഫേമിലെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അടുത്ത ഒരു മേജർ ഡിസ്കഷനുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഈ സെമി കണ്ടക്ടർ ഡൊമൈൻ. പക്ഷെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോഴും തീരത്തില്ല. സോ ഒരു 2-3 വർഷമായിട്ട് ഭയങ്കര ബൂമുള്ള ഒരു ടോപ്പിക്കാണ് ഈ സെമി കണ്ടക്ടർ ഡൊമൈന്. സോ ദീപു എങ്ങനെയാണ് ഈ ഒരു ഡൊമൈനിൽ എത്തിപ്പെട്ടത്? സോ ഞാൻ മാസ്റ്റേഴ്സിൽ സ്പെഷ്യലൈസ് ചെയ്ത VLSI ഡിസൈൻ എന്ന കോഴ്സ് എടുത്തിട്ടാണ്. സോ ത്രൂ ദാറ്റ് എനിക്ക് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസും കരിയർ ഓപ്പർച്യൂണിറ്റീസും കിട്ടി. അതിൽ ഡിസൈൻ വെരിഫിക്കേഷൻ എന്ന ഫീൽഡാണ് ഞാൻ ചൂസ് ചെയ്തത്. സോ കാൻഡിഡേറ്റ്സ്, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഈ ഫീൽഡ് ചൂസ് ചെയ്യണമെങ്കിൽ ബേസിക്കലി ദേ ഷുഡ് ബി സ്ട്രോങ് ഇൻ ദ ഡിജിറ്റൽ ഡിസൈൻ ആൻഡ് അനലോഗ് ഡിസൈൻ ബേസിക്സ്, ആസ് വെൽ ആസ് അവർക്കൊരു പ്രോഗ്രാമിംഗ് സ്കിൽ ആയത് C++ ഓ പൈത്തൺ അവർക്ക് ഫെമിലിയർ ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ HTL ലാംഗ്വേജസ് ലൈക്ക് സിസ്റ്റം വെരിലോഗ് ആസ് വെൽ ആസ് UVM മെത്തഡോളജിയുടെ ബേസിക്സ്. ഇത് ഇത്രയും ബേസിക്സ് കാൻഡിഡേറ്റ്സ് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ അവർക്ക് എന്തായാലും ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കപ്പം ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ടിപ്സ് ഒക്കെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾ ഈ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തെടുക്കുക ആൻഡ് പ്രിപ്പയർ ആയിട്ടിരിക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ഗ്രാബ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് ഓഫ് 2025 ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഓസ്ട്രിയ ഫോർ സെമി കണ്ടക്ടർ ഡൊമൈൻ. സോ 2025 ബിറ്റ് ഓഫ് എക്കണോമിക് ക്രൈസിസ് നേടുന്നുണ്ട് എൻറ്റയർ യൂറോപ്പ്. അതുകൊണ്ട് തന്നെ സെമി കണ്ടക്ടർ ഫീൽഡ് അതുപോലെ തന്നെ ഓട്ടോമോട്ടീവ് ഫീൽഡ് എല്ലാം കുറച്ച് ഡള്ളാണ്. ബട്ട് അത് ഗ്രാജുവലി പിക്കപ്പ് ചെയ്യും. ബട്ട് ഇവിടുത്തെ മേജർ പ്ലേയേഴ്സ് NXP സെമി കണ്ടക്ടർ, സാംസങ്, ഇൻഫിനിയൺ, AMS OSRAM ഈ കമ്പനീസ് ഒക്കെയാണ് ഇവിടെ ഓസ്ട്രിയയിലെ മേജർ പ്ലേയേഴ്സ്. അതുപോലെ തന്നെ ലിൻസിൽ ആപ്പിളിന്റെ ഒരു ഫേമും കൂടെ ഒരു ഔട്ട്ലെറ്റും കൂടെ ഉണ്ടാവും. ദീപു ഫസ്റ്റ് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദീപുവിനെ HR ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തു ആൻഡ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് നമുക്ക് ഇന്റർവ്യൂ പ്രോസസ് കണ്ടിന്യൂ ചെയ്യാന്ന്. സോ ഇൻ കേസ് HR കോൺടാക്ട് ചെയ്തില്ല, ആ ഒരു കേസിൽ ഹൗ ഈസി ദിസ് ജോബ് ഹണ്ടിങ് വിൽ ബി? സോ ഞാൻ ഈ ക്വസ്റ്റിന് മുമ്പ് പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഇവിടുത്തെ മേജർ പ്ലേയേഴ്സിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരുടെ എല്ലാം വെബ്സൈറ്റിലെ കരിയർ സെക്ഷനിൽ നമുക്ക് ഓസ്ട്രിയ ഫിൽട്ടർ ആക്കിയിട്ട് നമുക്ക് തന്നെ സ്വയം അപ്ലൈ ചെയ്യാം. അതും അല്ലെങ്കിൽ ലിങ്ക്ഡിനിലെ പോസ്റ്റ് നമുക്ക് സെർച്ച് ചെയ്യാം. ബേസ്ഡ് ഓൺ ദ ഫിൽട്ടർ ലൊക്കേഷൻ വെച്ച് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ജോബ് റോൾസ് വെച്ച് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. ഫൈനലി നിങ്ങൾക്കൊരു റെഫറൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും നമുക്ക് വിസിബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഈ 3 അപ്രോച്ച് വെച്ച് നിങ്ങളുടെ ജോബ് ഹണ്ട് പ്രോസസ് ഈസി ആക്കാം. സോ നിങ്ങൾക്ക് ഇപ്പം ഒരു ചെറിയ ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു, അതായത് എങ്ങനെ ഇവിടേക്ക് വരാം, അതേപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഓസ്ട്രിയ ഫോർ സെമി കണ്ടക്ടർ ഡൊമൈൻ. ഇനി നിങ്ങളുടെ മനസ്സിൽ എന്താണ് എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ മനസ്സിലായോ? യെസ്, സാലറി ഡീറ്റെയിൽസ്. സോ എങ്ങനെയാണ് ഇന്ത്യയും അതേപോലെ തന്നെ ഓസ്ട്രിയ വെച്ച് നോക്കുമ്പോൾ പേ എങ്ങനെയാണ്, അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ ഡൊമൈനും സെമി കണ്ടക്ടർ ഡൊമൈനും വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് പേയുടെ ഡിഫറൻസ് ഒക്കെ? നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു ജൂനിയർ എൻട്രി ലെവൽ എഞ്ചിനീയറിനായാലും ഒരു മിഡ് സീനിയർ ലെവൽ എഞ്ചിനീയറിനായാലും സാലറി ഇൻ യൂറോപ്പ് അല്ലെങ്കിൽ ഇൻ ഓസ്ട്രിയ അത് ഇന്ത്യയെക്കാട്ടിലും കൂടുതലായിരിക്കും. സീനിയോറിറ്റി കൂടുന്തോറും നമ്മുടെ ഇന്ത്യയിലെ സാലറിയും അതുപോലെ ഓസ്ട്രിയയിലെ സാലറിയും കമ്പയറബിൾ ആവും ഇൻ സെമി കണ്ടക്ടർ ഫീൽഡ്. അതിന്റെ മെയിൻ റീസൺ ഇവിടുത്തെ ഹൈ ടാക്സ് കമ്പോണന്റ് ആണ്. സോ സെമി കണ്ടക്ടർ ഫീൽഡിലെ സാലറി കമ്പോണന്റ് എന്തായാലും സോഫ്റ്റ്വെയർ ഫീൽഡിനെക്കാട്ടിലും കൺസിഡറബിളി കൂടുതലായിരിക്കും. ഓൾസോ ഡ്യൂ ടു ഹയർ സ്റ്റോക്ക് ഷെയർ വെസ്റ്റിംഗ് ഓപ്ഷൻസും ഇതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ സെമി കണ്ടക്ടർ ഫീൽഡിലെ ഗ്രോസ് പേയ്മെന്റ് സോഫ്റ്റ്വെയർ ഫീൽഡിനെക്കാട്ടിലും കൂടുതലായിരിക്കും. പിന്നെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് നമ്മൾ സാലറിയെ പറ്റി റിസർച്ച് നടത്തുവാണെങ്കിൽ ലാസ്റ്റ് ഓവറിൽ നമുക്ക് നിങ്ങളുടെ പൊസിഷൻ ഇൻപുട്ട് ആയി കൊടുത്ത് എത്രയാണ് റിക്വയർഡ്
അല്ലെങ്കിൽ എക്സ്പീരിയൻസ് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം സാലറി കിട്ടുമെന്ന് ഗ്ലാസ് ഡോർ വഴി തന്നെ അറിയാൻ പറ്റും. സോ ഇതാണ് സാലറിയെ പറ്റിയ ഒരു ഓവർവ്യൂ. അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണ് കേട്ടോ. ഇന്ത്യയിൽ ഇപ്പം ഭയങ്കര ഹോട്ട് ടോപ്പിക് ആണ് അത്. ഏതാന്ന് മനസ്സിലായോ? വർക്ക് ലൈഫ് ബാലൻസ്. ഇപ്പം ഇന്ത്യയിൽ നോക്കിക്കഴിയുമ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 90 hours ഒക്കെ വീക്ക്ലി വർക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഓസ്ട്രിയയിൽ എങ്ങനെയാണ്? 90 hours വർക്ക് ചെയ്യണോ? ദീപ് ഏതാണ് പ്രിഫർ ചെയ്യുന്നത്? ഓസ്ട്രിയ ആയിരിക്കോ ഇന്ത്യ ആയിരിക്കോ? നോർമലി യൂറോപ്യൻ വർക്ക് കൾച്ചർ കുറച്ചും കൂടെ ലിബറൽ ആണ് വെൻ കമ്പയർ ടു ഈ പറഞ്ഞ ഫിഗേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. സോ ഇവിടെ 40 hours അല്ലെങ്കിൽ 37.5 hours പെർ വീക്ക് ഒക്കെയാണ് നോർമലി ഒരാൾക്ക് വർക്ക് ചെയ്യേണ്ടി വരിക. ഇൻ കേസ് വർക്ക് ലോഡ് കൂടുതലാണെങ്കിൽ നമ്മൾ അഡീഷണൽ അവേഴ്സ് വർക്ക് ചെയ്താൽ അതനുസരിച്ച് നമുക്ക് സാലറി കമ്പോണന്റ് ആയിട്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ ലീവ് ടൈം ഓഫ് എടുക്കാം. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ വർക്ക് ലൈഫ് ബാലൻസ് ഇൻ യൂറോപ്പ് ഈസ് ബെറ്റർ ദാൻ അല്ലെങ്കിൽ ഇൻ ഓസ്ട്രേലിയ ഈസ് ബെറ്റർ ദാൻ ഇന്ത്യ. എനിക്കൊന്ന് ചില കമ്പനീസ് ഒക്കെ 4 days ഉണ്ടല്ലേ? 4 days വർക്ക് ചെയ്താൽ മതി. ചില സോഫ്റ്റ്വെയർ സ്റ്റാർട്ടപ്സ് ഒക്കെ ഇവിടെ 4 days പെർ വീക്ക് പോളിസീസും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മൻ ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ്. അതായത് ഓഫീസിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്? സോ മീറ്റിംഗ്സ് ആയാലും ക്ലയൻസുമായിട്ടുള്ള ടോക്സിനും എല്ലാം ഇംഗ്ലീഷ് തന്നെയാണ് മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ബട്ട് ഓസ്ട്രേലിയ ലാംഗ്വേജ് തന്നെ ജർമ്മൻ ആണ്. സോ ഓസ്ട്രിയൻ കൊളീഗ്സ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരായാലും ടീ ബ്രേക്കിന്റെ ടൈമിലെല്ലാം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചിറ്റ് ചാറ്റ്സ് എല്ലാം ജർമ്മനിലായിരിക്കും. സോ അവരുമായിട്ട് കൂടുതൽ ഇന്റഗ്രേറ്റ് ചെയ്ത ഒരു ബന്ധം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ജർമ്മൻ നോളജ് ഒരു പ്ലസ് തന്നെയാണ്. അതുപോലെ തന്നെ ലോങ് ടേം ഇവിടെ സ്റ്റേ ചെയ്യണമെങ്കിലും ജർമ്മൻ നോളജ് ഒരു പ്ലസ് തന്നെയായിരിക്കും. അതുപോലെ ഇവിടെയുള്ള എല്ലാ കമ്പനീസും അവർ പുറത്തുനിന്ന് വരുന്ന എംപ്ലോയീസിനെല്ലാം ഫ്രീ ആയിട്ടുള്ള ജർമ്മൻ കോഴ്സസും ഓഫർ ചെയ്യുന്നുണ്ട്. സോ ജർമ്മൻ അറിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ പ്ലസ് ഫോർ എവരിവൺ. ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു പ്ലസ് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ലൈഫ് ബാലൻസിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് സിക്ക് ലീവ് ആൻഡ് പെയ്ഡ് ലീവ്. ഇന്ത്യയിൽ ചില കമ്പനീസ് ഒക്കെ എനിക്ക് തോന്നുന്നു സിക്ക് ആൻഡ് പെയ്ഡ് ലീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറവാണ് കൊടുക്കുന്നത്. സോ കമ്പയർ ടു ദാറ്റ് ഓസ്ട്രിയയിൽ എങ്ങനെയാണ്? ഓസ്ട്രേലിയയിൽ ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന ഫേമിൽ 30 days പെയ്ഡ് ലീവ് ഉണ്ട്. ചില കമ്പനീസ് 25 days പെയ്ഡ് ലീവും എക്സ്പീരിയൻസിനനുസരിച്ച് അവർ നമ്പർ ഓഫ് ഇയേഴ്സ് ആ കമ്പനിയിൽ സെർവ് ചെയ്യുന്നതനുസരിച്ച് 1 day പെർ ഇയർ കൂട്ടാറുമുണ്ട്. സോ അതുപോലെ സിക്ക് ലീവിന്റെ കാര്യത്തിൽ 3 days നമുക്ക് എൻ്റെ കമ്പനിയിൽ വിത്തൗട്ട് ലീവ് സർട്ടിഫിക്കറ്റ് നമുക്ക് സിക്ക് ലീവ് എടുക്കാം. അതിന് പുറമെ ഇപ്പോൾ നമ്മൾ അത്രയ്ക്കും സിവിയർ ആയിട്ടുള്ള കേസസ് ഉണ്ട്, ഡോക്ടർ സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് സിക്ക് ലീവ് എടുക്കാം. പ്ലസ് ഇപ്പോൾ നമുക്ക് പുതിയൊരു ഹൗസ് എടുത്തു, അങ്ങോട്ട് മൂവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പേരിൽ 1 day അഡീഷണൽ ലീവ് കിട്ടും. അതുപോലെ തന്നെ പാരന്റൽ ലീവ്, അതെല്ലാം കമ്പയർ ടു ഇന്ത്യ നമ്പർ ഓഫ് ഡേയ്സ് ഇവിടെ ഓസ്ട്രേലിയ കൂടുതലാണ്. ഓക്കെ, അപ്പം വർക്ക് ലൈഫ് ബാലൻസിന്റെ കേസിലും ലീവിന്റെ കേസിലും ഓസ്ട്രിയ ബെസ്റ്റ് ആണ്. സോ ഫൈനലി ഈ സെഗ്മെന്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കുറച്ച് അൺറിലേറ്റഡ് ആണ് കേട്ടോ ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട്. അതായത് ദീപു ഓസ്ട്രേലിയയിട്ട് വന്നപ്പം ഏതെങ്കിലും ഇംഗ്ലീഷ് എക്സാം എഴുതേണ്ടി വന്നോ? അതായത് IELTS TOEFL അങ്ങനെ എന്തെങ്കിലും എഴുതേണ്ടി വന്നോ? സോ ഞാൻ ഇവിടെ വന്നത് സ്കിൽഡ് ലേബേഴ്സ് വിഭാഗത്തിൽ റെഡ് വർക്ക് പെർമിറ്റ് കിട്ടിയാണ് ഞാൻ ഓസ്ട്രേലിയയിലോട്ട് വന്നത്. സോ ആ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്തത് ഒരു പോയിന്റ് ബേസ്ഡ് സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സോ അതിനു വേണ്ടി ഈ ഒരു TOEFL എക്സാം എനിക്ക് എഴുതേണ്ടി വന്നു. ഞാനതൊരു സ്പീക്കിംഗ് ടെസ്റ്റ് ഇല്ല IELTS പോലെ, ഞാനതൊരു ഇന്റർനെറ്റ് ബേസ്ഡ് ടെസ്റ്റാണ് എടുത്തത്. ഒരു 2 to 3 പേപ്പേഴ്സ് ഞാൻ സാമ്പിൾ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്തു. 2 to 3 days ശേഷം ഞാൻ ആ ടെസ്റ്റ് എടുക്കുമായിരുന്നു. സോ ആ ക്രൈറ്റീരിയ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഞാൻ ആ എക്സാം എടുത്തത് തന്നെ. അല്ലാതെ വേറെ ലാംഗ്വേജ് ടെസ്റ്റോ വേറെ ബാരിയേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ അത്ര റെലവന്റ് അല്ല കേട്ടോ ഈ ഒരു ടോപ്പിക്കിന്. ഇതിനെ പറ്റിയിട്ട് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ഇടുന്നതായിരിക്കും, വിസ റിലേറ്റഡും അതേപോലെ തന്നെ നിങ്ങൾ ഓസ്ട്രേലിയ വന്നു കഴിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ ഒരു വീഡിയോയിൽ കവർ ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്കും സജഷനും എല്ലാം കമന്റ് സെക്ഷനിൽ പ്രൊവൈഡ് ചെയ്യുക. So see you in my next video. Until then, bye bye.